അനിൽ വിളയിൽ വിശ്വഹിന്ദ പരിഷത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽ വിളയിൽ, താങ്കളും താങ്കളുടെ സംഘടനയുമൊക്കെ ഇതേ നിലപാടിൽ തന്നെയാവും അല്ലേ? ഇതിൽ നിങ്ങളൊക്കെ രാഷ്ട്രീയം കാണുന്നു, ഇത് അയ്യപ്പനെ കച്ചവട ചരക്കാക്കുന്നു എന്ന് ആക്ഷേപിക്കുമ്പോഴും മറുവശത്ത് കേരളത്തിലെ വലിയൊരു വിഭാഗം വിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് സമുദായ സംഘടനകൾ, രണ്ടോ അതിലധികമോ സമുദായ സംഘടനകളൊക്കെ ഇതിൽ സർക്കാരിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആ തുടക്കത്തിലെ വിവാദമാക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? യഥാർത്ഥത്തിൽ ഈ പരിപാടി നടന്നു കഴിഞ്ഞാൽ അതിൽ തെറ്റുകളുണ്ട് ചൂണ്ടിക്കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ല, ഇത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് എത്ര വർഷങ്ങളായി. നാളിതുവരെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഒരു മീറ്റിംഗും ഇതേവരെ സർക്കാരോ ദേവസ്വം ബോർഡോ വിളിച്ചു കൂട്ടിയിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ 75ാമത് വാർഷികം പ്രമാണിച്ചാണ് ഇപ്രകാരം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു എന്നാണ് പത്രക്കുറിപ്പുകളിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ശബരിമലയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പറ്റി യാതൊരുവിധമായ പഠനവും നടത്താതെ, അതുമായി ബന്ധപ്പെട്ട യാതൊരു റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കാതെ, ലോകമെമ്പാടും അവര് തെരഞ്ഞെടുത്ത 3000 വ്യക്തികൾ അവരെപ്രകാരമുള്ള മാനദണ്ഡമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ വിനിയോഗിച്ചതെന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ വരുന്നതിനകത്ത് കളങ്കിത വ്യക്തിത്വങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടോ, മുതലാളിമാരുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കേസുകളിൽ പെട്ടിട്ടുള്ള മുതലാളിമാരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താതെ നിന്ന നിപ്പിൽ 3000 പേരെ എവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ 3000 പേരെ തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്താണ്? ഇവരെന്ത് പദ്ധതിയാണ് അവരുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? ഇക്കാര്യങ്ങളെ പറ്റി പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താതെ നടത്തുന്നതിനെതിരായിട്ടാണ് ഹൈന്ദവ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. കേരളത്തിലെ ചില ജാതി സംഘടനകളൊക്കെ തന്നെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഹൈന്ദവ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന, പക്ഷേ കേരളത്തിലെ NSS എത്ര ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ്. SNDP എത്ര ബഹുഭൂരിപക്ഷം, അതിനേക്കാൾ തുലവും തുച്ഛമല്ലേ ഈ നിങ്ങളൊക്കെ പറയുന്ന സംഘടനകളുടെ പ്രാതിനിധ്യം? അവരൊക്കെ അനുകൂലിക്കുമ്പോൾ നിങ്ങളുടെ ഈ ആശങ്ക യഥാർത്ഥത്തിൽ അത് വസ്തുതാപരമാണോ? ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങാൻ വിധിക്കപ്പെട്ട ഹൈന്ദവ സമൂഹമാണ് കേരളത്തിലുള്ളത്. അതിനകത്തെ ബഹുഭൂരിപക്ഷവും നായർ സമുദായത്തിലെ അംഗങ്ങൾ തന്നെയായിരുന്നു. ഈ നായർ സമുദായ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം വ്യക്തികൾക്കെതിരെ ആയിരക്കണക്കിന് കേസുകളാണ് കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും ഈ പിണറായി സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നും പലർക്കും ജോലിക്ക് പോകാനൊക്കാതെ, പാസ്പോർട്ട് പുതുക്കാൻ സാധിക്കാതെ തെരുവിൽ അലയുന്ന ആ സമൂഹത്തിനോട് മാപ്പ് പറയുകയും, അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, NSSന്റെ ആരാധനായിട്ടുള്ള ജനറൽ സെക്രട്ടറി എത്രയോ തവണ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു, ഇത്തരത്തിൽ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം, ഈ കേസുകൾ എഴുതി തള്ളണം എന്നാവശ്യപ്പെട്ടിട്ട് നാളിതുവരെ പിണറായി സർക്കാർ അതിന്മേൽ യാതൊരു അനുകൂലമായ നടപടിയും എടുത്തിട്ടില്ലല്ലോ. പിന്നീട് എപ്രകാരമാണ് ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്? ഇന്നലെ NSSന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി പുറത്തിറക്കിയിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താനാണെന്ന രീതിയിലാണ് ആ കുറിപ്പ് വന്നിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വേണമെന്ന് ചോദിച്ചാൽ വേണമെന്നും പറയാം, വേണ്ട എന്ന് ചോദിച്ചാൽ വേണ്ട എന്നും പറയാം. താങ്കൾക്ക് വേണമെങ്കിൽ ആ കുറിപ്പ് ലഭ്യമായി കാണുമല്ലോ. അതിനകത്ത് വ്യക്തമായിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആചാര ലംഘനം നടത്തില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്രീ സുകുമാരൻ നായരുടെ ആ പ്രസ്താവനയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇപ്പോൾ സർക്കാരിന്റെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് NSS പോകുന്നത്. നാളെ പറയട്ടെ നാളെ ഇത് വിവാദമാകുകയാണെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ NSS നിലപാട് മാറ്റിയേക്കാം. അപ്പോൾ തൽക്കാലം NSSന്റെ പിന്തുണ ഇപ്പോൾ സർക്കാരിനൊപ്പമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇപ്പൊ റിവ്യൂ ഹർജി നിലനിൽക്കുകയാണ്. ശബരിമലയിലെ ആചാര ലംഘനം എന്ന ഹൈന്ദവ സംഘടനകളും NSSും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയ പ്രശ്നം എന്തായിരുന്നു? യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് NSS ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും എടുത്തിരുന്നത്. അപ്രകാരം യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, ഞങ്ങൾ അതിനുവേണ്ടി ഒരിക്കലും ശ്രമിക്കുകയില്ല എന്നൊരു സത്യവാങ്മൂലം തിരുത്തി കൊടുക്കാൻ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാവുകയാണെങ്കിൽ ശരിയാണ്. ആചാര ലംഘനത്തിന് അവർ ഇനി ഒരിക്കലും കളമൊരുക്കുകയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാർ എങ്ങനെയാണ് ഇതിന് തയ്യാറാവുന്നത്? ഇത് കോഴിയുടെ കാവല് കുറുക്കനെ ഏൽപ്പിക്കുന്നതിന് സമാനമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ നടപടിയെ കാണുന്നത്. ഇത് കച്ചവട താല്പര്യമാണ്. ഊരാളുങ്കൽ സൊസൈറ്റി അല്ലെങ്കിൽ എരുമേലി വിമാനത്താവളം തുടങ്ങിയവയുടെ പിന്നിലുള്ള കച്ചവട താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോകത്തുള്ള മുതലാളിമാരെ കണ്ടെത്തി അതിന്റെ പിറകെ പൈസ. ഇന്നലെ തന്നെ ദേവസ്വം ബോർഡിലെ ഒരു
അംഗം പറഞ്ഞതുണ്ട്. അയ്യപ്പനെ പാർട്ണറാക്കിക്കൊണ്ടുള്ള അയ്യപ്പൻ ബിസിനസ്സുകളിലെ പാർട്ണറാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇവരും അയ്യപ്പനെ പാർട്ണറാക്കിക്കൊണ്ട് തട്ടിപ്പ് നടത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ദയവായും തുടരുക. കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്, CPM സംസ്ഥാന സമിതി അംഗം. ശ്രീ അനിൽകുമാർ, ഈ വിഷയത്തിൽ എന്തായാലും NSS തൽക്കാലം നിങ്ങൾ ആ വിശ്വാസത്തിലെടുക്കുകയാണ്. SNDPയും പൂർണ്ണ പിന്തുണ. അല്പസമയം മുമ്പ് വെള്ളാപ്പള്ളി നടേശനും ഞങ്ങളോടത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ ഈ പരിപാടിയിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആക്ഷേപിക്കുന്ന വലിയൊരു വിഭാഗം മറുവശത്തുണ്ട്. ഈ പ്രതിഷേധങ്ങൾ നിങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടാക്കുമോ? അല്ല, നമ്മുടെ കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മലയാളികൾ എന്ന നിലയ്ക്ക് ചെയ്യുക എന്ന ജോലിയാണ് കേരളത്തിൽ സംഘപരിവാരനെ മോദി ഏൽപ്പിച്ചിട്ടുള്ളത്. ശബരിമലയിലേക്ക് ഒരു തീവണ്ടിപ്പാതയ്ക്ക് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നില്ല. തീവണ്ടിപ്പാത വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ പകുതി പണം കൊടുത്തോണം. അതിനർത്ഥം എന്താണ്? ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത വിധം ഒരു പദ്ധതിക്ക് റെയിൽവേയിൽ സംസ്ഥാന സർക്കാർ പകുതി പണം മുടക്കണം. ഇതല്ലേ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്? അവർ തന്നെ ശബരിമലയെ നന്നാക്കാൻ നടക്കുന്നവരാണോ? എരുമേലി വിമാനത്താവളം നമ്മളതിന്റെ നടപടിയായിട്ട് വളരെ വേഗം മുന്നോട്ട് പോവാണ്, ശബരിമലയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ആവശ്യമായ ഒരു ഭൗതിക പരിസരത്തിലേക്ക് കേരളത്തിലെ LDF സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഇത് വികസിക്കാൻ പോകുന്നു. ലോകമെമ്പാടും ഇക്കാര്യത്തിൽ താല്പര്യമുള്ള ഭക്തന്മാർക്ക് അവിടെ വരാനും ആ സങ്കേതത്തിൽ എത്തിച്ചേരാനുള്ള എളുപ്പ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. കൂടുതൽ തവണ വന്നു പോകേണ്ടവർക്ക് വന്നു പോകാൻ സൗകര്യമുണ്ടാക്കുന്നു. പ്രതിമാസം വന്നു പോകേണ്ടവർക്ക് വന്നു പോകാൻ സൗകര്യമുണ്ടാക്കുന്നു. ഇതിനൊക്കെ എന്തിനാണ് ആളുകൾ അസ്വസ്ഥമാകുന്നത്? ഒരു ആരാധനാ സങ്കേതമല്ലേ? ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എത്രയോ പരിപാടികൾ നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ എത്ര മുന്നേറി. ഇതുപോലെ ഓരോ സങ്കേതങ്ങളും ഏത് മതവിശ്വാസികളെയും നന്നാവട്ടെ എന്നുള്ളതല്ലാതെ അതിനെ ഞങ്ങൾ എതിർക്കുമെന്ന് പറയുന്നവര് ഭക്തന്മാരല്ല, വിശ്വാസികളല്ല. ഇത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ എത്തിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ പരിശ്രമമാണ്. അതെന്തായാലും ആ നിങ്ങളുടെ നീക്കത്തെ തൽക്കാലം NSSും SNDPയും ഒക്കെ അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം അവർ അല്പസമയം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശബരിമല യുവതീ പ്രവേശന കാലത്തെ ആ സമരത്തിൽ പെട്ട് നിരവധി സമരത്തിൻ്റെ ഭാഗമല്ലാത്തവർ പോലും കേസിൽ പെട്ടുപോവുകയും അവരുടെ ജീവിതം പോലും പ്രതിസന്ധിയിലായി നിയമപ്രശ്നങ്ങൾ പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാവണമെന്നത് ഈ ഘട്ടത്തിൽ വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ്. ഇത് സർക്കാർ ഒരു പുനഃപരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ചിലരെങ്കിലും നിരപരാധികൾ പെട്ടിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകുമോ? അല്ല, ഇക്കാര്യത്തില് കൃത്യമായ പരിശോധന ആവശ്യമുണ്ടാവും. നിരപരാധികളാണ് എങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിച്ചതിന് സർക്കാർ അവരോടൊപ്പം നിൽക്കുന്നതിനൊരു തടസ്സമുണ്ടാവില്ല. പ്രശ്നം അതല്ലല്ലോ. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തീരുമാനമെടുത്ത് എവിടെയും പോയിട്ടില്ല. സുപ്രീം കോടതി ഒരു വിധി മുന്നോട്ട് കൊണ്ടുവന്നു. ആ വിധിയിൽ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന തരത്തിൽ സുപ്രീം കോടതിക്ക് മുമ്പിൽ ഒരു പുനഃപരിശോധന ഹർജി വരുന്നു. ആ ഹർജിയിൽ സ്റ്റേ കൊടുക്കുന്നില്ല. വിധി ഉടൻ നടപ്പാക്കേണ്ടതാണ് എന്നൊരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുന്നു. സ്വാഭാവികമായി സർക്കാരിന്റെ ചില പരിമിതികളും പരാധീനതകളും വരികയുണ്ടാവുമല്ലോ. അല്ലാണ്ട് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഒന്നുകൂടെ ചെയ്യുകയുണ്ടായില്ല. അവിടെ ചോര വീഴ്ത്തി ശബരിമല നിറയടിക്കും എന്ന് പറഞ്ഞത് ആരാ? ഞങ്ങൾ പ്ലാൻ A ഉണ്ട്, പ്ലാൻ B ഉണ്ട്, പ്ലാൻ C ഉണ്ട്, ചോര വീഴ്ത്തും എന്ന് പറഞ്ഞത് ആരാ? ശബരിമലയെ ശ്രദ്ധിക്കുന്നവരാണോ? സംസ്ഥാന സർക്കാർ അതിനൊന്നും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന കാര്യത്തിനകത്ത് നിരപരാധികളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുനിലപാട്. അതിന്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എന്തായാലും ഈ ഘട്ടത്തിലെങ്കിലും ഒരു പരിശോധന അക്കാര്യത്തിൽ സർക്കാർ ഉണ്ടാകും. അല്പം വൈകിപ്പോയി എന്ന ആക്ഷേപം പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരെ പരിശോധിക്കും. ഇക്കാര്യം അങ്ങനെയാണോ സർക്കാർ നീക്കം? അതെ, നിരപരാധികളാണ് എന്നുള്ളവർക്ക് സർക്കാരിനെ സമീപിക്കാൻ അവകാശമുണ്ടല്ലോ. ആ ഭാഗം പരിശോധിക്കുന്നതിന് തടസ്സമുണ്ടാവില്ല എന്നാണ് സർക്കാർ നിലപാട്. അതിന്റെ പേരിൽ കുറ്റവാളികൾ രക്ഷപ്പെടണമെന്ന അഭിപ്രായം സർക്കാരിനുണ്ടാവില്ല. നിരപരാധികൾ അതിൽ പെട്ടുപോകരുത്. അതുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുമല്ലോ. എപ്പോഴും സർക്കാർ നിലപാടതാണ്. ഈ പലപ്പോഴും ചിലർ സംഘപരിവാർ സംഘടനകൾക്ക് ഉന്നയിച്ച ഒരു വിഷയം, ഇത് ഒരു വിശ്വാസത്തിന്റെ വിഷയത്തിൽ നടന്ന വലിയൊരു തർക്കമാണ്, സമരമാണ്. അപ്പോൾ
സർക്കാർ ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ